എമ്മിനും സഖാക്കൾക്കും ഇത് കണ്ണീരോണം. പിണറായി വിജയന്റെ മകളും മരുമകനും ജയിലിൽ ഓണമുണ്ണുമോ എന്നതേ ഇനി അറിയാനുള്ളൂ. അറസ്റ്റ് ഓണം കഴിയും വരെ മുന്നോട്ടു പോകാൻ സാധ്യതകളൊന്നുമില്ല. മാസപ്പടി കേസിൽ വീണ വിജയൻ മാത്രമല്ല, ഭർത്താവ് മുഹമ്മദ് റിയാസും ബിനാമികളായ ഒരു നിര ഡിവൈഎഫ്ഐ സഖാക്കളും ഉടൻ അറസ്റ്റിലാകും. 8 ഇടങ്ങളിൽ നടന്ന ഇ.ഡി. റെയ്ഡിൽ അറസ്റ്റിനുള്ള തെളിവുകൾ ലഭിച്ചതായാണ് സൂചന. ഇതോടെ വീണയും റിയാസും കുരുക്കിലാകും. CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിനിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി. വീണ നൽകിയ മൊഴികളും തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിലെ നിർണായക വിവരങ്ങളുമാണ് ഇ.ഡി. സംഘത്തെ കോഴിക്കോട്ടെ പ്രമുഖരുടെ വീടുകളിലേക്ക് എത്തിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പല ചോദ്യങ്ങൾക്കും അച്ഛനെ അറിയാവൂ എന്നും ഡയറിയിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഭർത്താവ് റിയാസിനെ അറിയാവൂ എന്നുമാണ് വീണ മറുപടി നൽകിയത്. മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയും മുൻ മന്ത്രിയായ ഭർത്താവ് PA മുഹമ്മദ് റിയാസിനെയും ഒരുപോലെ വെട്ടിലാക്കുന്ന മറുപടികളാണ് വീണ നൽകിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ മെയ്യിൽ വീണ താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ചുവന്ന കവറുള്ള ഡയറി ഇ.ഡി. സംഘം കസ്റ്റഡിയിലെടുത്തത്. എക്സാലോജിക് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് കോഴിക്കോട്ടെ പ്രമുഖരായ നിഖിൽ, ബാരിസ്, ഷൈജൽ, ഫൈജാസ് എന്നിവരുടെ അക്കൗണ്ടുകളിലേക്ക് വൻ തുക കൈമാറിയതായി ഈ ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ പണമിടപാടുകളെക്കുറിച്ച് ഇ.ഡി. ചോദ്യം ചെയ്തപ്പോഴാണ് ഇടപാടുകളുടെ പിന്നിലുള്ള ഭർത്താവിന്റെ പങ്ക് വീണ വെളിപ്പെടുത്തിയത്. 4 പേരും റിയാസിന്റെ സുഹൃത്തുക്കളാണ്. അതിൽ ഒരാൾ തന്റെ കൂടി സുഹൃത്താണ് എന്നായിരുന്നു വീണയുടെ മറുപടി. തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കാണ് കമ്പനി അക്കൗണ്ടിൽ നിന്ന് ഈ തുക കൈമാറിയതെന്നും വീണ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ വീണയെക്കൊണ്ട് ഈ 4 പേരെയും ഫോണിൽ വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. ഭർത്താവ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണോ സാമ്പത്തിക ഇടപാടുകൾ നടന്നതെന്ന സംശയം ഇതോടെ ശക്തമായി. ചില പ്രധാന ചോദ്യങ്ങൾക്ക് ഭർത്താവ് റിയാസിന് മാത്രമേ അതു സംബന്ധിച്ച് അറിയാവുള്ളൂ എന്ന് വീണ ആവർത്തിച്ചതോടെയാണ് അന്വേഷണം റിയാസിലേക്ക് നീളാൻ വഴിയൊരുങ്ങിയത്. ഇതിന്റെ തുടർച്ചയായാണ് ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെ ഇ.ഡി. സംഘം കോഴിക്കോട്ടെ 8 ഇടങ്ങളിൽ ഒരേ സമയം പറന്നിറങ്ങിയത്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ P. നിഖിൽ, ഡിവൈഎഫ്ഐ നേതാവ് നന്ദുലാൽ, റിയാസിന്റെ സഹപാഠികളും സുഹൃത്തുക്കളുമായ PP ഷൈജൽ, ഫെബിഷ് മുഹമ്മദ്, ബിസിനസ്സുകാരായ ബാരിഷ് കളത്തിങ്ങൾ, പ്രവാസി ഫൈജാസ് എന്നിവരുടെ വസതികളിലും സ്ഥാപനങ്ങളിലുമായിരുന്നു റെയ്ഡ്. കേരള പോലീസിന്റെയോ സംസ്ഥാന ഇന്റലിജൻസിന്റെയോ യാതൊരു സഹായവും തേടാതെ പൂർണ്ണമായും കേന്ദ്രസേനയുടെ കനത്ത കാവലിലായിരുന്നു ഇ.ഡി. സംഘത്തിന്റെ മിന്നൽ പരിശോധന. ഇന്റലിജൻസ് വിഭാഗത്തെപ്പോലും ഇരുട്ടിൽ നിർത്തി ഇ.ഡി. നടത്തിയ ഈ സർജിക്കൽ സ്ട്രൈക്ക് സംസ്ഥാന ഭരണകേന്ദ്രങ്ങളെ ഒന്നാകെ ഞെട്ടിച്ചിട്ടുണ്ട്. പരിശോധന വേളയിൽ ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച സുപ്രധാന രേഖകളും ഡിജിറ്റൽ തെളിവുകളും ഇ.ഡി. സംഘം പിടിച്ചെടുത്തു. മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. ഇവരിൽ ചിലരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണെന്നും വിവരമുണ്ട്. വിദേശത്തേക്ക് പണമയച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. റെയ്ഡിൽ പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നാണ് രേഖകൾ ലഭിച്ചത്. വിശദമായ പരിശോധന നടത്തുന്നതായി ഇ.ഡി. കേന്ദ്രങ്ങൾ അറിയിച്ചു. CMRLൽ നിന്ന് ലഭിച്ച തുക എവിടെയൊക്കെ നിക്ഷേപിച്ചുവെന്ന് കണ്ടെത്തുന്നതിനായിട്ടായിരുന്നു ഇന്നലെ ഇ.ഡി. റെയ്ഡ് നടത്തിയിരുന്നത്. മന്ത്രിസ്ഥാനത്തിരുന്ന മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണോ എക്സാലോജിക് അക്കൗണ്ടിൽ നിന്ന് നേതാക്കളുടെയും സുഹൃത്തുക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് പണം ഒഴുകിയത് എന്നാണ് ഇ.ഡി. പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ റിയാസിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന നിലപാടിലാണ് ഇ.ഡി. മുൻപ് നടന്ന ചോദ്യം ചെയ്യലുകളിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ അച്ഛനായ പിണറായി വിജയന്റെ പേരും സാമ്പത്തിക കൈമാറ്റങ്ങളിൽ ഭർത്താവ് റിയാസിന്റെ പേരും പരാമർശിക്കപ്പെട്ടത് CPM നേതൃത്വത്തെയും വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കേസ് കൂടുതൽ ഉന്നതരിലേക്ക് പടരുന്നതിന്റെ ലക്ഷണങ്ങളാണ് കോഴിക്കോട്ടെ റെയ്ഡിലൂടെ വ്യക്തമാകുന്നത്. റെയ്ഡ് പൂർത്തിയാക്കി ഇ.ഡി. സംഘം മടങ്ങിയെങ്കിലും പ്രതികരിക്കാൻ റെയ്ഡിന് ഇരയായ നേതാക്കളോ പാർട്ടിയോ തയ്യാറായിട്ടില്ല. കേന്ദ്രസേനയെ മാത്രം ഒപ്പം കൂട്ടി ഇ.ഡി. നടത്തുന്ന ഇത്തരം മിന്നൽ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരിലേക്ക് നീളുമെന്ന ആശങ്കയിലാണ് നേതാക്കൾ. വീണയ്ക്കെതിരായ CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്തിമ നടപടികളിലേക്ക് കടക്കുകയാണ്.
ഓണത്തിനു മുൻപ് അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. വീണയുടെ മാസപ്പടി കേസിൽ അറസ്റ്റ് ഉണ്ടായാൽ ആ നിമിഷം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്ന് പുറത്താകും. ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസും പ്രതിരോധത്തിലാകും. വീണയുടെ ഉഡായിപ്പ് കമ്പനിയും കരിമണൽ കമ്പനിയും തമ്മിൽ നടന്ന കോടികളുടെ തട്ടിപ്പ് ഇടപാടുകളുടെ രേഖകൾ ഇഡിയുടെ കൈവശമുണ്ട്. മാസപ്പടി ഇനത്തിൽ എക്സാലോജിക് കമ്പനിക്ക് ലഭിച്ച തുക വീണ തന്റെ ഭർത്താവിന്റെ സുഹൃത്തുക്കൾ വഴി മറ്റ് കമ്പനികളിലേക്ക് വകമാറ്റിയിട്ടുണ്ടോ എന്നാണ് ഇഡി പരിശോധിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ ഡയറിയിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ പരസ്യ ഏജൻസി ഉടമകളുടെ വസതികളിലും തിരച്ചിൽ നടത്തിയത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ബാങ്ക് രേഖകളും സാമ്പത്തിക വിനിമയ തെളിവുകളും പരിശോധിച്ച ശേഷം സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനായുള്ള നടപടികളിലേക്ക് ഇഡി കടക്കുമെന്നാണ് വിവരം. വീണയുടെ പേരിൽ മുൻപുണ്ടായിരുന്ന 16.5 ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപങ്ങൾ ഏജൻസി നേരത്തെ മരവിപ്പിച്ചിരുന്നു. നേരത്തെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ പരിശോധന നടന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണ ശ്രമമുണ്ടായത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനു പിന്നാലെ വീണയെ 2 തവണ ഇഡി കൊച്ചി ഓഫീസിൽ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് മെയ് മാസത്തിൽ ഭരണം മാറുകയും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി അധികാരം ഏൽക്കുകയും ചെയ്ത ശേഷമുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെയുള്ള അന്വേഷണം CPM-ന് വലിയ തിരിച്ചടിയാവുകയാണ്. CMRL MD ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തതിലും SFIO നൽകിയ 134 അനുബന്ധ രേഖകളിലും വീണയിലേക്കെത്തുന്ന സാമ്പത്തിക തെളിവുകൾ ഉണ്ടെന്നാണ് ഇഡിയുടെ നിഗമനം. അനധികൃത പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ശക്തമായ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.